KineMaster ഓപ്പൺ ചെയ്യാം. ഒരു പുതിയ പ്രോജക്റ്റിനായി ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. ഇവയിൽ നിന്നും 9:16 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് കൊടുക്കുക. ഇമേജ് ആക്സസിൽ നിന്നും ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ഫോട്ടോ ഫ്രെയിം ഇമേജ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും ആദ്യത്തെ ഇമേജ് ഓപ്പൺ ചെയ്യുക. ഈ ഇമേജ് ലെഫ്റ്റ് സൈഡിലെ താഴെയായുള്ള ഫ്രെയിമിന് മുകളിൽ കൊണ്ടുവന്ന് വെക്കുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ടു ബാക്ക് കൊടുക്കുക. ഇമേജ് മാസ്കിനുള്ളിൽ കറക്റ്റ് ഫിറ്റ് ആവുന്ന രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഈ ഫ്രെയിം ക്യാപ്ചർ ചെയ്യുന്നതിനായി ക്യാപ്ചർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്യാപ്ചർ ആൻഡ് സേവ് കൊടുക്കുക. ഇമേജ് ക്യാപ്ചേർഡ് ആയിട്ടുണ്ട്. ടൈം ലൈനിൽ നിന്നും ഇമേജ് ലെയർ ഡിലീറ്റ് ചെയ്ത് കളയുക. ഇമേജ് ഫോൾഡറിൽ നിന്നും രണ്ടാമത്തെ ഇമേജ് ഓപ്പൺ ചെയ്യുക. ഈ ഇമേജ് റൈറ്റ് സൈഡിലെ ആദ്യത്തെ ഫ്രെയിമിന് മുകളിൽ കൊണ്ടുവന്ന് വെക്കുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ടു ബാക്ക് കൊടുക്കുക. ഈ ഇമേജ് മാസ്കിനുള്ളിൽ കറക്റ്റ് ഫിറ്റ് ആവുന്ന രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഈ ഫ്രെയിം ക്യാപ്ചർ ചെയ്യുന്നതിനായി ക്യാപ്ചർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്യാപ്ചർ ആൻഡ് സേവ് കൊടുക്കുക. ഇമേജ് ക്യാപ്ചേർഡ് ആയിട്ടുണ്ട്. ടൈം ലൈനിൽ നിന്നും ഇമേജ് ലെയർ ഡിലീറ്റ് ചെയ്ത് കളയുക. മൂന്നാമത്തെ ഇമേജ് ഓപ്പൺ ചെയ്യുക. ഈ ഇമേജ് ലെഫ്റ്റ് സൈഡിലെ ആദ്യത്തെ ഫ്രെയിമിന് മുകളിൽ കൊണ്ടുവന്ന് വെക്കുക. ബാക്കി 2 ഇമേജുകളിലും ചെയ്ത സ്റ്റെപ്പുകളെല്ലാം തന്നെ അതുപോലെ തന്നെ ഇവിടെയും ആവർത്തിക്കുക. നാലാമത്തെ ഫ്രെയിമിലേക്ക് വേണ്ട ഇമേജ് ഓപ്പൺ ചെയ്യുക. മുൻപുള്ള ഇമേജുകളിൽ ചെയ്ത സ്റ്റെപ്പുകൾ എല്ലാം അതുപോലെ തന്നെ ആവർത്തിക്കുക. ഈ രീതിയിൽ വീണ്ടും 4 ഇമേജുകൾ കൂടി ഓപ്പൺ ചെയ്ത് ഫ്രെയിം ക്യാപ്ചർ ചെയ്തെടുക്കേണ്ടതാണ്. ഇവിടെ 8 ഇമേജ് ഫ്രെയിമുകളും ക്യാപ്ചർ ചെയ്തെടുത്തിട്ടുണ്ട്. ടൈം ലൈനിലുള്ള എല്ലാ ലെയറുകളും ഒന്നൊന്നായി ഡിലീറ്റ് ചെയ്ത് കളയുക. സെറ്റിംഗ്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഡിഫോൾട്ട് ഫോട്ടോ ഡ്യൂറേഷൻ 1 സെക്കൻഡായി സെറ്റ് ചെയ്യുക. നിങ്ങളുടെ KineMaster ക്യാപ്ചർ ഫോൾഡറിൽ നിന്നും ക്യാപ്ചർ ചെയ്ത 8 ഇമേജുകളും ഒന്നൊന്നായി ഓപ്പൺ ചെയ്യുക. ഈ 8 ക്യാപ്ചേർഡ് ഇമേജുകളും ഒരു തവണ കൂടി ഓപ്പൺ ചെയ്യുക. ഈ പ്രോജക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക. സേവ് ആസ് വീഡിയോ കൊടുക്കുക. എക്സ്പോർട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഈ വിൻഡോ ക്ലോസ് ചെയ്യാം. നിങ്ങളുടെ KineMaster എക്സ്പോർട്ട് ഫോൾഡറിൽ നിന്നും ഇപ്പോൾ നാം എക്സ്പോർട്ട് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഡിഫോൾട്ട് ഫോട്ടോ ഡ്യൂറേഷൻ 3.5 സെക്കൻഡായി സെറ്റ് ചെയ്യുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും വീഡിയോയിലേക്ക് വരേണ്ട ആദ്യത്തെ ഇമേജ് ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ എക്സ്പോർട്ട് ഫോൾഡറിൽ നിന്നും എക്സ്പോർട്ട് ചെയ്ത ഫയൽ വീണ്ടും ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും അടുത്തതായി വരേണ്ട ഇമേജ് ഓപ്പൺ ചെയ്യുക. ഈ രീതിയിൽ എക്സ്പോർട്ട് ചെയ്ത ഫയലും അതിനെ തുടർന്ന് നിങ്ങൾക്ക് വേണ്ട ഇമേജും ഓപ്പൺ ചെയ്ത് വെക്കുക. ഇവിടെ വേണ്ട എല്ലാ ഇമേജുകളും ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും ക്ലിപ്പ് ഗ്രാഫിക്സ് സെലക്ട് ചെയ്യുക. കാൾമി DJ എന്ന ഈ ഒരു എഫക്റ്റ് ആണ് ഈ എഡിറ്റിംഗിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് KineMasterൽ ലഭ്യമാകുന്നതല്ല. ഈ എഫക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ട വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാൾമി DJ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള 6 എഫക്റ്റുകൾ ലഭ്യമാണ്. ഇവിടെ നമുക്ക് ഈ എഫക്റ്റ് സെലക്ട് ചെയ്യാം. ബാക്കിയുള്ള എല്ലാ ഇമേജുകളിലും ഒന്നൊന്നായി ക്ലിക്ക് ചെയ്ത് ക്ലിപ്പ് ഗ്രാഫിക്സിലെ കാൾമി DJയിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഫക്റ്റുകൾ സെലക്ട് ചെയ്ത് നൽകുക.
ഇവിടെ എല്ലാ ഇമേജുകളിലേക്കും വേണ്ട ഗ്രാഫിക്സുകളും നൽകി കഴിഞ്ഞിട്ടുണ്ട്. ടൈം ലൈനിന് മുന്നിലെത്താം. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് അനുയോജ്യമായ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. ആവശ്യമെങ്കിൽ ടൈം ലൈനിലെ ഓരോ ഇമേജുകളുടെയും ഡ്യൂറേഷൻ മ്യൂസിക്കിന് അനുസൃതമായി ട്രിം ചെയ്തോ എക്സ്റ്റെൻഡ് ചെയ്തോ വെക്കേണ്ടതാണ്. ഇവിടെ എല്ലാ ഇമേജുകളും മ്യൂസിക്കിന് അനുസൃതമായാണ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.